ഒന്ന് രണ്ട് മന്ത്രം ഇതിൽ ഏതെങ്കിലും ഒരു മന്ത്രത്തിന് സംക്ഷേപിച്ച് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? അതായത് 100 വർഷ ആയുസ് ശാസ്ത്രീയമായിട്ട് മറ്റ് വാക്യത്തിലൂടെ പറഞ്ഞതുകൊണ്ട് ഇവിടെ അത് അനുവാദമാണ്. പിന്നെ ഇച്ഛ എന്നുള്ളത്, ജീവിക്കാനുള്ള ഇച്ഛ എന്നുള്ളത് സ്വാഭാവികമാണ്. ഇതിന് രണ്ടിനെയും അനുവാദം നടത്തിക്കൊണ്ട് കർമ്മം ചെയ്യണം എന്ന് വിധാനം നടത്തിയതാണ്. കാരണം ജീവിക്കുന്ന അവസരത്തിൽ വൈദിക കർമ്മങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ സ്വാഭാവികമായിരിക്കുന്ന കർമ്മങ്ങൾ വന്നു ചേരുകയും ആ സ്വാഭാവികമായിരിക്കുന്ന കർമ്മങ്ങളിൽ നിന്ന് പാപം ഉത്പന്നമായിക്കൊണ്ട് അധോഗതിയെ പ്രാപിക്കും എന്നുള്ളത് കൊണ്ട് അതിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ശാസ്ത്രീയ കർമ്മം മാത്രം ചെയ്യണമെന്ന് പറയുന്നത്. നിങ്ങളിനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പല സ്ഥലത്ത് ഈ ഒരു രണ്ട് ഘട്ടമായിട്ട് കർമ്മവും ഉപാസനയും ഒന്നിച്ചു കയറി വരും. മറ്റൊന്ന് ജ്ഞാനവും ഉപാസനയും തമ്മിൽ യാതൊരു ബന്ധമില്ലാത്തൊരു സാധനമാണ്. ഉപാസന ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല, വേറെ പോവുകയോ ചെയ്യാം. ഉപാസന പടിയാണ്, പക്ഷെ ഉപാസനയല്ല വിചാരം എന്നുള്ള ആദ്യം മനസ്സിലായിരിക്കും. ഉപാസന വേറെ, വിചാരം വേറെ. ഉപാസന ചെയ്ത് ബ്രഹ്മാകാര വൃത്തി വരുമെന്ന് വെച്ചാൽ വരത്തില്ല. ഉപാസന ചെയ്താൽ അന്ധകരണത്തിന് ശുദ്ധി മാത്രമേ വരത്തുള്ളൂ. അത് കർമ്മം കൊണ്ടും കിട്ടുന്നത് തന്നെയാണ്. കർമ്മോപാസനയിൽ വെച്ചിട്ട് സ്ഥൂല ബുദ്ധിക്ക് കർമ്മവും സൂക്ഷ്മബുദ്ധിക്ക് ഉപാസനയും ഉതകും. കാരണം വ്യതിചലിതമായിരിക്കുന്ന ബുദ്ധിയാണെങ്കിൽ അതിനെ നമ്മൾക്ക് പെട്ടെന്ന് സപ്രസ് ചെയ്യാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ കർമ്മം ചെയ്ത് ശാന്തമാക്കിയിട്ട് പിന്നെ ഉപാസനയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ജന്മം കൊണ്ട് തന്നെ സൂക്ഷ്മമാണ് ബുദ്ധിയെങ്കിൽ ഉപാസന നടത്താം. ഇതിൽ നിന്ന് ശുദ്ധമായിരിക്കുന്ന അന്ധക്കരണം ഉണ്ടെങ്കിൽ മാത്രം വേദാന്ത അധ്യയനത്തിന് പ്രാപ്തമാകും. അല്ലെങ്കിൽ കേട്ടോ, കാര്യം മനസ്സിലാവില്ല, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് മനസ്സിലാവുന്നില്ല എങ്കിൽ മനസ്സിലായിക്കോളുക, എവിടെയോ എന്തൊക്കെയോ പ്രശ്നം പരിവട്ടം ബാക്കിയിരിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഉപനിഷത്ത് പഠിക്കുന്നെന്ന് കരുതിയിട്ട് നിങ്ങൾ പഠിക്കുന്ന ആൾക്കാരെടുത്ത് A+B² ചോദിക്കാൻ വരരുത്. കാരണം ഓരോരുത്തർക്കും ഓരോരോ തലത്തിലുള്ള ബുദ്ധിയായിരിക്കും. ഐസക് ന്യൂട്ടനെ പിടിച്ചിട്ട് ഉപനിഷത്ത് പഠിപ്പിക്കാൻ പറ്റുന്ന പറഞ്ഞാൽ നടക്കണം നിർബന്ധമില്ല. ഓരോരുത്തർക്ക് പൂർവ്വജന്മ കൃതമായിരിക്കുന്ന പുണ്യപാപങ്ങളിൽ നിന്ന് അനുകൂലമായിരിക്കുന്ന മേഖലകളിലുണ്ട്. അവിടെയാണ് അവർ നിപുണരാകത്തുള്ളൂ. ചിലർക്ക് അങ്ങനത്തെ ഒരു നിപുണ യോഗം ഇല്ല. അതുകൊണ്ട് പിന്നെ സാമാന്യ ബുദ്ധിയോടുകൂടി നിൽക്കും. സന്യാസം ഇതിന്റെ ഒരു ബുദ്ധിതലത്തെ നിശ്ചയിക്കുന്നില്ല. അതുകൊണ്ടാണ് ഉപാസനയും സന്യാസികൾക്ക് വെച്ചു കൊടുത്തത്. ബുദ്ധിസൂക്ഷ്മതയില്ല എങ്കിൽ ഇങ്ങനെ, സൂക്ഷ്മമാണെങ്കിൽ അധ്യയനം. അതിപ്പോൾ വേദാന്ത അധ്യയനം നടത്തുന്നത് മുഖ്യ സന്യാസിയാണെങ്കിലും മറ്റുള്ളവർക്കൊന്നും നടത്താൻ പാടില്ല എന്നൊന്നുമില്ല. സ്വന്തം രുചിക്കനുസരിച്ച് പ്രാരബ്ധാനുസാരം ഗൃഹസ്ഥനായി ജീവിക്കാനാണോ മൊത്തം ആയുസ്, അതിൽ രുചിയുണ്ടെങ്കിൽ വേദാന്ത അധ്യയനം നടത്തും. അവിടെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ അന്യ കർമ്മത്തിലോ ഉപാസനയിലോ ഇടപെടാതെ എങ്ങോട്ട് പോവുക, ശ്രവണത്തിൽ മാത്രം ഇരിക്കുക. പക്ഷെ അങ്ങനെ ആകുമ്പോൾ സന്യാസത്തിലേക്ക് കയറും. കാരണം ഗൃഹസ്ഥനായിരുന്നു കൊണ്ട് കർമ്മം ചെയ്യാതിരിക്കുക എന്നുള്ളത് സമ്പന്നാവുന്നില്ല. അപ്പൊ ആ ആശ്രമത്തിലെ കർമ്മവും ശ്രവണവും ഒരേപോലെ വരും. കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല ഗൃഹസ്ഥാശ്രമിക്ക്, വിധിച്ചതല്ലേ. അപ്പം 3-ാമത്തെ മന്ത്രത്തിലേക്ക് പോവുകയാണ്. 15-ാമത്തെ പേജില് 3-ാമത്തെ മന്ത്രം തുടങ്ങുന്നതിന് മുന്നേ ആദ്യം നമ്മൾ ടീക്കയിലേക്കാ പോകണം. ആദ്യ മന്ത്രാർത്ഥം പ്രപഞ്ചയിതും പ്രഥമം അവിദ്വത്നിന്ദാ ക്രിയതേത്യാഹ. ആദ്യ മന്ത്രത്തിന്റെ അർത്ഥത്തെ വിശദീകരിക്കാനായിട്ട് ഇനി അതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? ഇത് 3-ാമത്തെ മന്ത്രമല്ലേ, നിങ്ങൾ ആദ്യ മന്ത്രത്തിന്റെ അർത്ഥം വിശദീകരിക്കുന്നു പറയാൻ കാരണം എന്താ? 7-ാം നമ്പർ ടിപ്പണി കാണും. ആദ്യ മന്ത്രാർത്ഥം പ്രപഞ്ചയുതുമിതി കിട്ടിയോ? ടിപ്പണി ലൈനിൽ താഴെ 4-ാം പങ്ക്തി പിടിച്ചാൽ മതി. അതിലൂടെ 7 കാണാം. അനേജദേകം ഇത്യാദി ആരഭ്യ, നിങ്ങൾ കുറച്ചു കഴിഞ്ഞാല് അനേജദേകം മനസോജരീയോ എന്ന് പറഞ്ഞ മന്ത്രം തുടങ്ങും. 4-ാം മന്ത്രം അടുത്ത മന്ത്രമാണ്. അവിടുന്ന് തുടങ്ങിയിട്ട് സപര്യകാച്ചു ക്രമകായം വ്രണം മസ്നാവിരം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ 8-ാമത്തെ മന്ത്രം വരും. അവിടം വരെ എന്താ പറയുന്നത്? സപരിഗാദിത്യാദി അഷ്ടമ മന്ത്ര പര്യന്തേന ആദ്യ മന്ത്രോക്തസ്യ ആത്മനഃ സ്വരൂപം. 1-ാം മന്ത്രത്താൽ പറയപ്പെട്ടിരിക്കുന്ന ആത്മാവിന്റെ സ്വരൂപമുണ്ട്. തദുക്ത ആത്മജ്ഞാനസ്യ ഫലഞ്ച, അതേപോലെ തത്രോക്തം തദുക്തം ആത്മജ്ഞാനത്തിന്റെ ഫലവും. അതല്ല, അവിടെ ഞങ്ങളൊരു ഫലം കേട്ടിട്ടില്ലല്ലോ. കേൾക്കാതെ പോയത് നമ്മളെ തകരാറ്. അവിടെ പറഞ്ഞിരുന്നു പോലും. എവിടെയാ? അതിന്റെ ബ്രാക്കറ്റ് നോക്ക്. ഇതമഭി ഭുഞ്ചിത ഇത്യനേന സൂചിതമേവ ആദ്യ മന്ത്രേ. ഈ ഒരു കാര്യവും ഭുഞ്ചിത പാലയഥ എന്നുള്ള വാക്യത്തിലൂടെ ആദ്യമേ പറയപ്പെട്ടതാണ്.
അതിനെ വിപരീതമിതിയാവത്. ഈ കാര്യത്തെ ഇതിനൊക്കെ എന്താണ് ഒന്നാം മന്ത്രത്തിലൂടെ പറയപ്പെട്ടിരിക്കുന്ന ആത്മാവിന്റെ സ്വരൂപത്തെയും ആത്മജ്ഞാനത്തിന്റെ ഫലത്തെയും വിവരിക്കാനായിട്ട് 4-ാം മന്ത്രം മുതൽ 8-ാം മന്ത്രം വരെ ഉള്ള ആ മന്ത്രങ്ങളിലൂടെ നിരൂപണം ചെയ്യുന്നുണ്ട്. ആ കാര്യത്തെയാണ് നമ്മൾ ഇവിടെ എടുത്ത് കാണിക്കുന്നത്. ആ കാര്യങ്ങളെ പ്രവചനം നടത്താനായിട്ട് ഇതാണ് ആദ്യ മന്ത്രാർത്ഥം പ്രപഞ്ചം എഴുതുന്നത്. 3-ലില്ല, 4 മുതൽ 8 വരെയുള്ള മന്ത്രത്തിലൂടെ 1-ാം മന്ത്രത്തിൽ പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെ വിശദീകരിക്കുകയാണ്. 1-ലൂടെ കാര്യം പറഞ്ഞു കഴിഞ്ഞു, ഒറ്റ മന്ത്രത്തിലൂടെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. എന്താ പറഞ്ഞേ? ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാൻ ജഗത്. നീയുമില്ല, ജഗത്തുമില്ല, നിന്റെ സ്വരൂപമായിരിക്കുന്ന ആത്മ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സർവസംഘ പരിത്യാഗത്തിലൂടെ ആ ആത്മാകാര വൃത്തിയെ നീ നിലനിർത്തണം. സത്യത്തിലൂടെ ആത്മജ്ഞാനത്തിന്റെ ഫലം അവിടെ പറഞ്ഞിട്ടില്ല. ഉഞ്ചിത എന്നുള്ളത് ആത്മജ്ഞാനത്തെ പരോക്ഷജ്ഞാനത്തെ നിലനിർത്തണമെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ തേന ഉക്ത എന്നുള്ളതിന് തേന ഉദിത എന്ന് അർത്ഥം ചെയ്യണം. തേന ഉത്പന്നം, ആ സ്വരൂപത്തിന്റെ നിരൂപണത്തിലൂടെ ഉത്പന്നമായിരിക്കുന്ന ആത്മജ്ഞാനരൂപ ഫലം എന്ന് പറയണം. അപ്പം വൃത്തിജ്ഞാനം ഏത് പരോക്ഷം അർത്ഥം കിട്ടും. അതിനെ വിശദീകരിക്കാനാണ് മുന്നോട്ടേക്കുള്ള ഭാഗങ്ങൾ, 4 മുതൽ 8 വരെയുള്ള മന്ത്രങ്ങൾ. ആ കാര്യത്തെ ഇനി എന്താ, ഇനി ടീക്ക നോക്ക്. ആദ്യ മന്ത്രത്തിന്റെ അർത്ഥത്തെ 4 മുതൽ 8 മന്ത്രങ്ങളിലൂടെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ, പ്രപഞ്ചം ഇതും വ്യാഖ്യാനിക്കാനായിട്ട് പ്രഥമം അഭിദ്വൻ നിന്ദാക്രിയതേ, അതാണ് വരാൻ പോകുന്ന 4 മുതൽ 8 വരെ. അപ്പൊ 3-ാമത്തെ മന്ത്രത്തിൽ എന്താ ചെയ്യുന്നത്? ആദ്യം അവിദ്വാനെ അങ്ങോട്ട് നിന്ദിക്കുകയാണ്. ആരാണ് ഈ അവിദ്വാൻ? കർമ്മി. കർമ്മി. കർമ്മി തന്നെയാണ്. ഉപാസകനോ? അതും അവിദ്വാൻ തന്നെ. അവിദ്വാൻ. അപ്പൊ വിദ്വാൻ ആരായിരിക്കും? ജ്ഞാനി, ബ്രഹ്മജ്ഞാനി. ഇവിടെ എന്തൊക്കെയാ വിധാനം നടത്തുന്നത്? സന്യാസ വിധാനം നടത്തിയ ബ്രഹ്മജ്ഞാനിക്കാണോ? അല്ല. ആർക്കാ? പരോക്ഷജ്ഞാനിക്ക്. പരോക്ഷജ്ഞാനിക്ക്. പരോക്ഷജ്ഞാനം എവിടെ നിന്നുണ്ടാവുന്നതാ? ശ്രവണമന്ന നിധിധ്യാസനങ്ങള് അതായത് ഇപ്പോൾ നടത്തുന്ന, നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ പ്രക്രിയയിലൂടെ പരോക്ഷജ്ഞാനം ഉണ്ടാവുക? ആയിരിക്കാം. കാരണം ഇവിടെ ശ്രദ്ധയില്ലെങ്കിൽ ഉണ്ടാകത്തില്ല, ശ്രദ്ധയുള്ള ആൾക്കാർക്ക് ഉണ്ടാവും. അതിന്റെ ലെവൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ചിലർ കുറച്ച് മനസ്സിലാക്കും, ചിലർ കുറച്ച് അധികം മനസ്സിലാക്കും. അത് തന്റെ പ്രയത്നവും തന്റെ ബുദ്ധി സാമർഥ്യത്തിനനുസരിച്ചിരിക്കും. ചിലർ കേൾക്കാനായിട്ട് വരും. ഇവിടെ ആരൊക്കെ ഉണ്ടെന്നെങ്കിലും അറിയാലോ, അറ്റ്ലീസ്റ്റ് നമ്പർ എടുക്കാനെങ്കിലും പറ്റുമല്ലോ. എന്നപ്പോൾ ഇത് നിങ്ങളുടെ മറ്റു ഉപനിഷത്തിലും പറയുന്നുണ്ട്. ഇവിടെ കേനത്തിലാണോ മറ്റോ ആണ്. ചിലര് യഥാവത് ജാനാതി, ചിലരോ തലതിരിഞ്ഞും മനസ്സിലാക്കുന്ന എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ചിലർക്ക് അങ്ങനെയാണ്. ഏക് എന്ന് പറഞ്ഞാൽ ദോ എന്ന് കേൾക്കുന്ന ആൾക്കാരുണ്ട്. അന്നേരം പിന്നെ ഏകമയ അദ്വിതി എന്നുള്ളത് അവരുടെ മനസ്സിൽ എന്തായിരിക്കും? കൈയും കാലുള്ള പരമാത്മാവായിരിക്കും. സാവയവനായിരിക്കുന്ന ഈശ്വരൻ. അത് വിഷ്ണു അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിപാടിയില്ല. സുദർശന ചക്രവും വേണം. ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു കട്ട പോലും വെക്കത്തില്ല. അത് നമ്മളുടെ ദ്വൈത വിചാരത്തിന് വ്യത്യാസമുണ്ട്. ചില ദ്വൈതം മാനിക്കത്തില്ല, ചില ദ്വൈതം മാനിക്കും. ഈശ്വരനെ മാനിച്ചില്ലെങ്കിൽ പോലും ഗുരു പരമാത്മാവിനേക്കാൾ ഉയർന്ന നിലവാരത്തിലാണ് ഗുരു പറഞ്ഞു കൊടുക്കും. അങ്ങനെയുള്ള ഗുരുക്കന്മാരുണ്ട്. ഒരു ജ്ഞാനിക്ക് ഗുരുവിനോടുള്ള നമസ്കാരം, അതായത് ശാസ്ത്രത്തില് ഗുരുവിന്റെ നമസ്കാരമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങളെ മാണ്ഡൂക്യോപനിഷത്തില് നിസ്തുതിർ നമസ്കാരോ നിസ്വാധാകാര ഏവച എന്നൊരു കാരികയുണ്ട്. അവിടെ ജ്ഞാനിയെ സംബന്ധിച്ച് എന്തില്ല? പിതൃകർമ്മമില്ല, ഗുരുവിനെ കണ്ടാൽ നെഞ്ചത്തടിച്ച് വീഴാനില്ല, സ്തുതിയില്ല, നമസ്കാരമില്ല. പക്ഷെ നമ്മുടെ അഭിനവ ഗുരുക്കന്മാര് പറയുന്നത് എന്താണോ? ജ്ഞാനി ആണെങ്കിൽ, അതായത് ശിഷ്യ ജ്ഞാനിയാണെങ്കിലും ഞാൻ ഗുരു ആയതുകൊണ്ട് നമസ്കാരം കിട്ടാതെ പരിപാടി നടക്കൂലെന്ന്. അങ്ങനെയുള്ള പഠനത്തിനെ കാണാൻ. വടിയിൽ ഇങ്ങനെ എന്തൊക്കെ കല്ലുകൾ തട്ടി വീഴാനുണ്ട്, ശ്രദ്ധിച്ചു. ഇങ്ങനെ ആരെയും പറയുന്നുണ്ടെങ്കിൽ സൈഡ് ആയിക്കോളൂ. കാരണം അത് അങ്ങയുടെ അറിവില്ലായ്മയുടെ മാക്സിമത്തിൽ നിൽക്കുകയാണ് കക്ഷി. അവരങ്ങനെ സംസാരിക്കത്തുള്ളൂ. അതപ്പോൾ ഇവിടെ ശബ്ദത്തിൽ നിന്ന് ബോധം ഉണ്ടാവത്തില്ല എന്നല്ല, ഉണ്ടാവും. പക്ഷെ അതിൽ വ്യത്യാസപ്പെടുന്നത് സ്വന്തം കയ്യിലിരിപ്പിനനുസരിച്ച് മാത്രം. എന്നിട്ട് പറഞ്ഞിട്ടും പഠിക്കുന്നില്ലെങ്കിൽ കൊണ്ടാ പഠിക്കും. ഇനി എത്ര ജന്മം ബാക്കി? ഒരാൾ പഠിക്കാനുള്ള കാരണം എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ. നമ്മുടെ ഈ യോഗസൂത്രത്തില് കുറെ മുന്നോട്ട് പോയി കഴിഞ്ഞാല് ഈ വൈരാഗ്യത്തിനെ കുറിച്ച് പറയുന്നുണ്ട്.
ഓർമ്മയുണ്ടോ സൂത്രം? അധിമാത്രോപായ അധിമാത്ര തീവ്ര സംവേഗാനാം ആസന്നഃ. അധിമാത്ര എന്താണ് സൂത്രം പറഞ്ഞു? അധിമാത്ര തീവ്ര സംവേഗാനാം ആസന്നഃ എന്നായിരിക്കണം ചിലപ്പോൾ സൂത്രം. അതിൽ തന്നെ ഡീറ്റെയിൽ പറയും. എല്ലാം കൂടി 9 ആവും. സംവേഗം വൈരാഗ്യം, അധിമാത്ര ഉപായവും വൈരാഗ്യവും എങ്ങനെ വരുന്നു എന്നതിനനുസരിച്ച് അവിടെ പ്രകൃതി പുരുഷ അന്യതാഖ്യാതിയുടെ വേഗത പറയും. ഇവിടെ നമ്മൾക്ക് അതേ സൂത്രം കൊണ്ടുവരാം, പക്ഷെ പ്രകൃതി പുരുഷ അന്യതാഖ്യാതി അല്ല, ജീവബ്രഹ്മ ഐക്യബോധം ഉണ്ടാവും. അധിമാത്ര അധിമാത്ര തീവ്ര സംവേഗൻ അവനാണ് 12ാമൻ. അതായത് 9ലും മൂന്നാമത്തെ അവസാനം മൂന്നാമത്തെ അവസാനത്തെ 9ാമനെ പിന്നെയും മൂന്നാക്കും. അങ്ങനെ എത്രയായി? 11. 9ാമനെ മൂന്നാക്കിയത് കൊണ്ട് 8 കിട്ടത്തുള്ളൂ. 8 3 11 ഉണ്ടാവും എന്ന് തോന്നുന്നു. അങ്ങനെയായിരിക്കണം അവിടുത്തെ വ്യാഖ്യാനം. അപ്പോൾ നമ്മൾ നടത്തുന്ന പ്രയത്നം വലിയ കാര്യമാണ്. പ്രയത്നത്തിനനുസരിച്ചായിരിക്കും ബുദ്ധി ഉണ്ടാവുക. ഇത് കേൾക്കുന്ന ആർക്കാണെങ്കിലും കാര്യം മനസ്സിലാവും, പക്ഷെ എത്രമാത്രം മനസ്സിലാക്കി എന്നുള്ള കാര്യത്തിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. പരോക്ഷ ബുദ്ധി ഉണ്ടാവത്തില്ലെന്നല്ല. അങ്ങനെ പരോക്ഷ ബുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ ഏതിലാണ് അധികാരം? സന്യാസത്തിലാണ് അധികാരം. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇത്ര സന്യാസിമാരില്ലാത്ത? സന്യാസിമാരില്ലെന്ന് ആര് പറഞ്ഞു? ഇഷ്ടം പോലെ ഉണ്ട്. നോർത്തിലേക്ക് പോവാ, ഇവിടെയാണ് കുറവ്. എന്നിട്ട് ഇവരൊക്കെ അധ്യയനം ചെയ്തവരാണോ? അല്ല, എല്ലാവരും ഇല്ല. പാതി അതുമില്ല. ഒരു 10% അതും ഉണ്ടാവില്ല. പറഞ്ഞു വന്നെന്തിനാ? ഇത്രയും വളരെ ചുരുങ്ങിയ ആൾക്കാർ ഇത് പഠിക്കുന്നുള്ളൂ. പഠിക്കുന്ന ആൾക്കാരെങ്കിലും മര്യാദയ്ക്ക് പഠിച്ചെടുക്കുക. അത്ര ആദ്യമന്ത്രേണ ആദ്യമന്ത്രാർത്ഥം പ്രപഞ്ചനം എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനം എന്നർത്ഥം. വ്യാഖ്യാനിക്കാനായിട്ട് പ്രഥമം എന്ന് പറഞ്ഞ തുടക്കത്തിൽ എന്ത് ചെയ്യാണ്? അവിദ്വത് ക്രിയതേ, അവിദ്വാനെ നിന്ദിക്കുകയാണ്. ഈ അവിദ്വാൻ എന്തിനാ നിന്ദിക്കുന്നത്? നിങ്ങൾ വലിയ ബുദ്ധിമാനും ഈ അവിദ്വാൻ എന്ത് തകരാറുണ്ടോ? അപ്പൊ നമ്മൾ 8ാം നമ്പർ ടിപ്പണി നോക്കിയേ. അവിദ്വൻ നിന്ദേതി സാജ ആദ്യമന്ത്രോക്ത ആത്മവിദ്യാസ്തുത്യർത്ഥേതി മന്തവ്യം. 1ാം മന്ത്രത്തിലൂടെ പറയപ്പെട്ടിരിക്കുന്ന ആത്മവിദ്യ ഉണ്ടല്ലോ, ആത്മജ്ഞാനം. ആ ആത്മജ്ഞാനത്തിന്റെ സ്തുതിക്ക് വേണ്ടി മാത്രമാണ് വിദ്വാനെ നിന്ദിച്ചിരിക്കുന്നത്. അല്ലാതെ വിദ്വാനെ നിന്ദിക്കുക എന്നുള്ളത് ഇവിടെ ഉദ്ദേശമായിരുന്നില്ല. നിന്ദ്യം എന്താ ചെയ്തിട്ടുണ്ടോ? ഇവിടെ ചെയ്യാൻ പോവാണ് സൂര്യാനാമ എന്ന് പറഞ്ഞിട്ട്. ഇത് ഏതിനെ നിന്ദിക്കുന്നത്? ഇവിടത്തെ നിന്ദ്യ വസ്തു ഏതായിരിക്കും? അവിദ്വൻ നിന്ദ. അവിദുഷ നിന്ദ അവിദ്വൻ നിന്ദ. അവിദ്വാന്റെ നിന്ദയാണ്. ഷഷ്ടി കർമ്മത്തില് അവിദ്വത് വിഷയക നിന്ദ. അപ്പോൾ നിന്ദയുടെ വിഷയം ആരായിരിക്കും? നിന്ദ്യമാരായിരിക്കും ഇവിടെ? അവിദ്വാൻ. അപ്പൊ നിന്ദ ഈ അവിദ്വാനെ നിന്ദിക്കാനാണോ? അല്ല, പിന്നെ എന്തിനാ? വിദ്വാനെ സ്തുതിക്കാൻ വേണ്ടിട്ട് ആദ്യത്തെ മന്ത്രത്തിൽ. അല്ല അല്ല അല്ല, ടിപ്പണി 8 വായിച്ച് എന്തിനെ സ്തുതിക്കാനാ? ആത്മവിദ്യാസ്തുത്യർത്ഥം. ആത്മവിദ്വാനെ അല്ല, വിദ്വാനിരിക്കുന്ന വിദ്യയെ സ്തുതിക്കാൻ വേണ്ടി മാത്രമാണ്. ജ്ഞാനത്തെ സ്തുതിക്കാൻ വേണ്ടിയാണ് അജ്ഞാനിയെ നിന്ദിച്ചത്. അപ്പോൾ മറ്റേതിൻ്റെയോ നിന്ദ അതിനെ നിന്ദിക്കാനല്ല, മറിച്ച് വേറെ ഏതിനെയോ സ്തുതിക്കാനാണ്. നിന്ദ്യമായിരിക്കുന്ന ഇവിടെയുള്ള അവിദ്വാൻ നിന്ദിക്കപ്പെടാൻ വേണ്ടിയല്ല നിന്ദ ചെയ്തിരിക്കുന്നത് അസുര്യാനാമത്തെ ലോക എന്നും പറഞ്ഞ്, മറിച്ച് 1ാം മന്ത്രത്തിലൂടെ പറയപ്പെട്ടിരിക്കുന്ന ജ്ഞാനത്തെ സ്തുതിക്കാൻ വേണ്ടിയാണ്. ഇപ്പം പിടി കിട്ടിയോ? ഇനി ആ ബ്രാക്കറ്റ് നോക്ക്, എന്തിനാന്ന് ഉപകരിക്കുക എന്നുള്ളത്. സ്തുതിച്ച വിദ്യായാം അധികാരി പ്രവൃത്തിയർത്ഥ. വിദ്യയിൽ അധികാരി പ്രവർത്തിക്കാൻ വേണ്ടിയാണ് സ്തുതിക്കുന്നത്. അതായത് സ്തുത്യ വസ്തു ഏതാണോ അവിടെ വിധി വരും. വിധി വന്നു കഴിഞ്ഞാൽ പ്രവൃത്തി വരും. ഇവിടെ ജ്ഞാനത്തിൽ വിധി വരുന്നില്ല. അതുകൊണ്ടാണ് നേരിട്ട് വിധി ഒഴിവാക്കിയിട്ട് പ്രവൃത്തി കാണിച്ചു കൊടുത്തത്. അപ്പോൾ ജ്ഞാനത്തിലല്ല പ്രവൃത്തി, ജ്ഞാന സാധനത്തിൽ പ്രവൃത്തി വരും. ജ്ഞാനത്തെ സ്തുതിക്കുന്നതുകൊണ്ട് ജ്ഞാനപ്രാപ്തിക്കായിട്ട് വിധിക്കപ്പെടുന്നത് ജ്ഞാനത്തിന്റെ കാരണങ്ങളായിരിക്കും. അതുകൊണ്ട് അറിയുന്നവൻ ജ്ഞാന കാരണമായിരിക്കുന്ന ശ്രവണ മനന നിധിധ്യാസനത്തിൽ പ്രവർത്തിക്കും. ഇനി ഭാഷ്യം കാണും. ഇത്യാഹ എന്ന് പ്രതീകം കൊടുത്തില്ലേ? ഈ പ്രതീകം എവിടെയുള്ളതാ? ഭാഷ്യത്തിന്റെ പ്രതീകമാണ്. ഇപ്പൊ ഭാഷ്യത്തിലേക്ക് പോവുക. അഥ ഇതാനീം അവിദ്വത് നിന്ദാർത്ഥോയം മന്ത്ര ആരഭ്യത്തെ. അഥ എന്ന് പറയാൻ അനന്തരം, അല്ലെങ്കിൽ എന്തർത്ഥം ചെയ്യാം? ഇപ്പോൾ എന്ന് പറയാൻ അനന്തരം എന്നാ കിട്ടുക. അഥ ഇതാനി എന്ന് കണ്ടില്ലേ? അഥ ശബ്ദത്തിന്റെ അർത്ഥമാണ് ഇതാനി എന്ന് പറയുന്നത്. അഥ
ഇതാനി. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? അവിദ്വത് നിന്ദാർത്ഥോയം മന്ത്ര. അവിദ്വാനെ നിന്ദിക്കാനായിട്ട് ഈ മന്ത്രം വന്നിരിക്കുന്നു, ആരംഭ്യതേ. അയം മന്ത്ര അവിദ്വത് നിന്ദാർത്ഥോ ആരംഭ്യതേ. ഈ മന്ത്രം അവിദ്വാനെ നിന്ദിക്കാനായിട്ട് ഇനി ആരംഭിക്കുന്നു. അപ്പൊ മന്ത്രം കണ്ടേക്കാം. അസുര്യ നാമത്തെ ലോക അന്ധേന തമസാവൃതാഃ താൻസ്തേ പ്രേത്യാഭിഗച്ഛന്തി ഏകേച്ചാത്മഹനോ ജനാഃ. ഞാൻ നിന്റെ ഓരോരോ പാദം വായിച്ചു തരാം, നിങ്ങൾ ചൊല്ലിക്കോ. ആർക്കാണ് ചൊല്ലേണ്ടത്? മൈക്കോണയ്യോ. അസുര്യ നാമത്തെ ലോക അസുര്യ നാമത്തെ ലോക അന്ധേന തമസാവൃതാഃ അന്ധേന തമസാവൃതാഃ താൻസ്തേ പ്രേത്യാഭിഗച്ഛന്തി താൻസ്തേ പ്രേത്യാഭിഗച്ഛന്തി താൻസ്തേ അഭിഗച്ഛന്തി താൻസ്തേ പ്രേത്യാഭിഗച്ഛന്തി ഏകേ ഏകേച്ചാത്മഹനോ ജനാഃ. അസുര്യാ നാമത്തെ ലോകാഃ അന്ധേന തമസാവൃതാഃ. അന്ധകാരമായിരിക്കുന്ന തമസിനാൽ ആവൃതമായിരിക്കുന്ന അസുര്യാ നാമത്തോടു കൂടിയിരിക്കുന്ന ആ ലോകങ്ങൾ. ഡീറ്റെയിൽ പറയാം. ഏകേച്ച ആത്മഹനോ ജനാഃ, തന്നെ കൊന്ന ജനങ്ങൾ. ഇതെങ്ങനെ കൊലപാതകം? ആത്മാവിനെ അറിയാതിരിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ കൊലപാതകം. അങ്ങനെയുള്ള ജനങ്ങൾ എങ്ങോട്ട് പോകും? പ്രേത്യ എന്ന് പറഞ്ഞാല് മരിച്ചിട്ട്, താൻ അഭിഗച്ഛന്തിത്തെ അവിടത്തേക്ക് പോകും അവർ. ആരാ അവിടത്തേക്ക് പോകുന്നത്? അറിയാതിരിക്കും. ആത്മാവിനെ അറിയാത്തവർ. ആത്മഹനോ ജനാഹ, ആത്മാവിനെ ഹനനം നടത്തിയ ജനങ്ങൾ. ഹനനം എന്നുള്ളത് ഇവിടുത്തെ അറിയാതിരിക്കലാണ്. അപ്പോൾ ആത്മാവിനെ അറിയാതിരിക്കുന്ന ജനങ്ങളാണ് എങ്ങോട്ട് പോകുന്നത്? അസുര്യ നാമ ലോകത്തിലേക്ക് പോകുന്നത്. നാമം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പേരുള്ള എന്നൊന്നും ഇല്ലട്ടോ, അനർത്ഥക നിപാതമാണത് എന്ന് പറയാം. അസുര്യ ലോകങ്ങളിലേക്ക്. അപ്പൊ അതിന്റെ വിശേഷണമാണ് അന്ധേന തമസാവൃത. അന്ധകാരമായിരിക്കുന്ന, അജ്ഞാനാത്മകമായിരിക്കുന്ന, തമസിനാൽ ആവൃതമായിരിക്കുന്ന അസുര്യ എന്ന ലോകത്തിലേക്ക് അവർ എത്തിച്ചേരുന്നു. ആരാണോ ആത്മാവിനെ അറിയാതെ പോയവർ. ഒരു ചെറിയ, അതായത് ബ്രഹ്മ അപരോക്ഷ ജ്ഞാനം കിട്ടും ചിലർക്ക്. ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിപ്പിച്ചു കൊടുക്കുക എന്താണെന്നോ, നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞല്ലേ, നിങ്ങളാണ് ജ്ഞാനി, നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞല്ലേ. അത് വലിയ ആപത്താണ്. ഞാൻ പേര് പറയുന്നില്ല, ഇന്ന് നിലനിൽക്കുന്ന വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗമാണ്. ഒരു കോഴ്സും ഉണ്ട്, 2.5 വർഷം 3 വർഷം എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്. കോഴ്സ് കഴിയുന്ന പിള്ളേരോട് പറഞ്ഞു കൊടുക്കുന്നതാണ്, നിങ്ങൾ ജ്ഞാനികളാന്ന് വരത്തില്ല, നിങ്ങളിത് അറിഞ്ഞില്ലേ, സ്വരൂപത്തെ അറിഞ്ഞു കഴിഞ്ഞില്ലേ, ഇനി എന്താ അറിയേണ്ടത്? മനസ്സിലാവുന്നുണ്ടോ? അതിന്റെ ആവൃത്തി മനസ്സിലാവുന്നുണ്ടോ? ഒരുത്തനെ അവിടുന്ന് അഴിച്ചു വിടുന്നത് താൻ ബ്രഹ്മജ്ഞാനിയാണെന്ന് വ്യംഗ്യമായി പറഞ്ഞുകൊണ്ട്. പുറത്തിറങ്ങിയ ആൾക്കാർ മറ്റുള്ളവർ ക്ലാസ് എടുക്കുന്നവർ എങ്ങനെയായിരിക്കും? ഇത് തന്നെ അടിച്ചു കൊടുക്കും. അറിഞ്ഞു കഴിഞ്ഞില്ലേ. അതിന്റെ കുഞ്ഞുങ്ങൾ എന്ത് പറയും? നമ്മളിതൊക്കെ അറിഞ്ഞു കഴിഞ്ഞില്ലേ, എന്റെ മക്കളെ നിങ്ങളിനി അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ പക്ഷെ എന്നോട് നേരിട്ട് പറയുന്ന ആൾക്കാരോട് ഞാനിത് ഒരിക്കലും പറയാറില്ല കേട്ടോ. എനിക്ക് പലപ്പോഴും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത് അറിഞ്ഞിട്ട് പോലും നിങ്ങൾ ഒരു ചുക്കും അറിയത്തില്ല. പറഞ്ഞേ ക്ലാസ് എടുക്കുന്ന എനിക്കും അറിയത്തില്ല, നിങ്ങൾക്കും അറിയത്തില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കി, അപരോക്ഷ ബ്രഹ്മാകാര വൃത്തി വന്നിട്ടില്ല. വന്നിരുന്നു എങ്കിൽ ആരോടാണ് ഈ മസിൽ പിടിച്ചു നിൽക്കുന്നത്? ഈ അപരോക്ഷ ബ്രഹ്മാകാര വൃത്തിയിൽ എത്തണമെങ്കിൽ മക്കളെ അന്യാകാര വൃത്തി ഇല്ലാതെ നിരന്തര ബ്രഹ്മാനുസന്ധാനം ചെയ്യാൻ പറ്റണം. ജീവിതപ്പാടായിട്ട് ഓടി നടക്കുന്ന ഗൃഹസ്ഥന് സന്യാസിക്കാണോ ബ്രഹ്മാകാര വൃത്തി ഉണ്ടാക്കാൻ പോന്നേ? ന അപൃഷ്ടം കസ്യചിത് ബ്രൂയാത് ന ച അന്യായന പൃച്ഛതഃ ജാനന്നപിച്ച മേധാവി ജഡവത് ലോകമാചരേത് എന്ന് പറയും. നമ്മളെ കൊണ്ട് മൊത്തം നടക്കത്തില്ലെങ്കിൽ കുറെയൊക്കെ നമ്മൾ ആ സ്റ്റാൻഡിൽ നിന്ന് കളയും. ന അപൃഷ്ടം ചോദിക്കപ്പെടാത്തത്, കസ്യചിത്ത് ആരോടും ന ബ്രൂയാത് പറയരുത്. ഇനി ചോദിച്ചാൽ തന്നെ നച അന്യായന പൃച്ഛതഃ ന്യായമല്ലാതെ വിദ്യാവണ്ണമല്ല ചോദിക്കുന്നെങ്കിൽ അപ്പോഴും പറഞ്ഞു കൊടുക്കണ്ട. ജാനനഭിജ മേധാവി ആ കാര്യത്തെ മനസ്സിലാക്കിയിട്ട് പോലും ബുദ്ധിമാൻ ജഡവത് ലോകമാചരേത് ലോകത്തിൽ ജഡത്തെ പോലെ ആചരിക്കുന്നു പറഞ്ഞാലേ ആ പ്രസംഗത്തെ ഒഴിഞ്ഞു മാറുക എന്നാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് കുട്ടികളെ ഒരിക്കലും ചിന്തിക്കരുത്
ഈ രണ്ട് കഷ്ണം വേദാന്ത പങ്ക്തി കണ്ടിട്ട് ഞാൻ ജ്ഞാനിയായെന്നും ഞങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റിയില്ല, ഞങ്ങൾ ഭയങ്കര ഗുരുപരമ്പരയുടേതാണെന്ന് ആരും കരുതണ്ട. ठीक है. ഇനി ഏതായാലും ഭാഷ്യത്തിലേക്ക് കയറാലോ, ബുദ്ധിമുട്ടില്ലല്ലോ. അസുര്യാഹ പറയാണ്, പരമാത്മഭാവം അദ്വയം അപേക്ഷ ദേവാദയോ അസുരാസ്, ദേവതകളെയും പിടിച്ച അസുരന്മാരാക്കി. അസു എന്ന് പറയാൻ പ്രാണൻ എന്നർത്ഥം. അസുഷു പ്രാണങ്ങളിൽ, രമന്തേ ഇതി അസുരാഹ എന്ന് വിത്പത്തിയുണ്ട്. അതായത് പ്രാണന്മാരിൽ രമിക്കുകയല്ലത്, പ്രാണശബ്ദം കൊണ്ട് ഇന്ദ്രിയത്തെ ഗ്രഹിക്കാം, ആ ഇന്ദ്രിയങ്ങളിൽ നിന്ന് ഇന്ദ്രിയ വിഷയത്തെ ഗ്രഹിക്കുക. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള അസുശബ്ദം കൊണ്ട് വിഷയങ്ങളെ ആഗ്രഹിക്കുന്നത്. വിഷയങ്ങളിൽ രമിക്കുന്ന ബുദ്ധിയോടുകൂടിയിരിക്കുന്ന ആരാണോ അവരെയാണ് അസുരന്മാരെന്ന് പറയുന്നത്. അതിൽ മനുഷ്യനും ദേവനും അസുരനും ഒക്കെ അസുരന്മാരാണ്. ഇതിൽ രക്ഷപ്പെട്ട ഒരാളെ ഉണ്ടാകത്തുള്ളൂ, ബ്രഹ്മജ്ഞാനി. അത് വെച്ചിട്ടാണ്, ആ ഒരു ഘട്ടം വെച്ചിട്ടാണ് ഇങ്ങോട്ട് സംസാരിക്കുന്നത്. പരമാത്മഭാവം അദ്വയം, പരമാത്മ സ്വരൂപം അദ്വയമാണോ സദ്വയമാണോ? അദ്വയം. അദ്വയം. ടിപ്പണി ഒന്ന് നോക്കിയേ. നനു അനാത്മവിദോപി അഗ്നിഹോത്രാദി കർമ്മകാരിണഃ സ്വർഗാദി ദേവലോകാൻ ആപ്നുവന്തി പ്രസിദ്ധം തത് കഥം അവിശേഷേണ അസുര്യ ലോക ഗാമിത്വമുച്ചത്. അല്ല, നിങ്ങളെ ബ്രഹ്മാകാര വൃത്തിയില്ലാത്ത എല്ലാവരും പിടിച്ചിട്ട് ഒറ്റ വണ്ടി കയറ്റാൻ കാരണം എന്താ? എങ്ങോട്ടേക്ക് കൊണ്ടുപോകും? അസുര്യ എന്നുള്ള ലോകത്താണ് കയറുക, ദേവാദികളല്ലട്ടോ. അതായത് ബ്രഹ്മജ്ഞാനമില്ലാതെ ആരും ഇവിടുന്ന് മരിച്ചാലും അസുര്യ എന്നുള്ള ലോകത്ത് കയറും. എന്താ അർത്ഥം? നമ്മൾ അടുത്ത ജന്മം എല്ലാം തന്നെ അസുര്യ എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. ജ്ഞാനി അല്ല അജ്ഞാനിയാണെങ്കിൽ ജന്മം കിട്ടും. ആ ജന്മത്തെയാണ് ഇവിടെ അസുര്യ എന്ന് പറയുന്നത്. ഭാഷ്യത്തിൽ കുറച്ചു കഴിഞ്ഞാലേ ദേവലോകം മാത്രമല്ല സ്ഥാവരാന്തെന്ന് പറഞ്ഞുകളെ. അപ്പം അതെന്തുകൊണ്ടാ? ബ്രഹ്മാകാര വൃത്തിയില്ലാത്ത എല്ലാ ജന്മവും അന്ധകാരത്താൽ ആവൃതമാണ്. അപ്പൊ അന്ധകാരമില്ലാത്ത എവിടെയായിരിക്കും? ജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രം. അപ്പൊ ജ്ഞാനി അല്ലാത്ത എല്ലാ ജീവന്മാരും അതായത് ഈ ശരീരത്തിൽ നിന്ന് വിട്ട് അടുത്ത ശരീരം കിട്ടുന്ന നേരം ജ്ഞാനി അല്ലാത്തവർ ജനിക്കുന്ന എല്ലാ ശരീരവും അസുര്യ എന്നുള്ള ലോകത്താണ്. അതിന് ലോകത്തല്ല, ശരീരത്തെയാണ് ഇപ്പോൾ അസുര്യ എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ഇനി ഭാഷ്യത്തിൽ വരും. അസുര്യാങ്ങളായിരിക്കുന്ന ശരീരങ്ങളെ പ്രാപിക്കത്തുള്ളൂ. നമ്മളിപ്പം പ്രാപിച്ചതോ അതും അസുര്യം. ठीक. ഇനി തന്നെത്താൻ ജ്ഞാനിയാണെന്ന് കരുതിയിട്ട് ജീവിതം മൊത്തം വ്യയം ചെയ്യുന്ന ഗുരുക്കന്മാരാണെങ്കിലും ജ്ഞാനമില്ലെങ്കിലും എല്ലാവരും ഒരേ ഗ്രൂപ്പിലെ പെടത്തുള്ളൂ. ഈ ഒരു ജ്ഞാനി മാറി നിൽക്കുന്നല്ലാതെ, അല്ല അരജ്ഞാനി എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്തെങ്കിലും ഒരു വിഭാഗം ഉണ്ടാക്കാൻ പറ്റുമോ? ഒരു കാൽജ്ഞാനി, ഒരു അരജ്ഞാനി, ഒരു മുക്കാൽജ്ഞാനി. ഞങ്ങളുടെ നാട്ടിലേക്ക് ഈ ഇതുണ്ടല്ലോ, തൂങ്ങി മരിക്കുന്ന ആൾക്കാർ മരിച്ചില്ലെങ്കിൽ അവർക്കൊരു പേര് വരും. പിന്നെ തന്നെ അരത്തൂങ്ങി. അതേപോലെ ഇവിടെ അരജ്ഞാനി എന്നൊക്കെ പറയേണ്ടി വരുമോ? പരമാത്മഭാവം നമ്മളിവിടെ ടീക്കയിലാണല്ലോ. അപ്പൊ സോറി, ടിപ്പണി 1-ാം നമ്പറിൽ കണ്ടോ? അനാത്മവിത്തോ, ആത്മവിദല്ലാത്തവർ പോലും ആര്? അഗ്നിഹോത്രാദി കർമ്മകാരിണഃ, അഗ്നിഹോത്രാദി കർമ്മം ചെയ്യുന്ന കർമ്മിയാണെങ്കിൽ പോലും സ്വർഗാദി ദേവലോകാനാപ്നുവന്തി, സ്വർഗം അതേപോലെ പിതൃലോകം ഇങ്ങനെയുള്ള ദേവലോകത്തെ പ്രാപിക്കുന്നുണ്ടല്ലോ. ഇനിയും വേണേ കൂട്ടിച്ചേർക്കാം. അജ്ഞാനിയായിട്ട് ഉപാസന ചെയ്യുന്നവര് ഹിരണ്യഗർഭലോകാദി എത്തിച്ചേരുന്നുണ്ടല്ലോ. അതെന്തുകൊണ്ടാണ് അവിടെ എടുക്കാതിരുന്നത്? ആ ഹിരണ്യഗർഭലോകത്ത് നിന്ന് ക്രമമുക്തിക്കുള്ള സാധ്യതയുണ്ട്. ഇവിടെ സാധ്യതയേ ഇല്ല. നിങ്ങൾ കർമ്മം നടത്തി ചെല്ലുന്ന ലോകം നിങ്ങൾക്ക് തിരിച്ചു വരാനുള്ള ലോകം മാത്രമാണ്. ठीक. കർമ്മം നടത്തിയിട്ട് മുക്തനായിട്ടുണ്ടെങ്കിൽ ശാസ്ത്രീയമായിട്ട് സംഭവിക്കത്തില്ല. അത് സ്വന്തം ഗുരുക്കന്മാരും ശിഷ്യന്മാരും പറഞ്ഞ് രസിക്കാനുള്ള ഒരു സംഭവമാണത്. ഇടയ്ക്ക് വെടി പറഞ്ഞിരിക്കുന്ന നേരം ഇങ്ങനെ പറയാ, ठीक. കർമ്മം ചെയ്തിട്ടുണ്ടല്ലോ എന്നൊക്കെ തകർക്കാം. ആപ്നുവന്തീതി പ്രസിദ്ധം, ഈ കാര്യം പ്രസിദ്ധമാണ് ശാസ്ത്രത്തില്. തത് കഥം അവിശേഷേണ അസുര്യാലോകഗാമിത്വം ഉച്ചതി. ആയതിനാൽ നിങ്ങൾ എങ്ങനെയാണ് ജ്ഞാനമില്ലാത്ത എല്ലാവരേക്കും വേണ്ടിയിട്ട് അസുര്യ എന്നുള്ള ലോകത്തിലെ പ്രാപ്തി അവർക്കുണ്ടാവും എന്ന് പറയുന്നത്? തത്രാഹ, അതിന് ഉത്തരം പറയാണ് ഭാഷ്യകാരൻ. പരമാത്മഭാവം അദ്വയം അപേക്ഷയാണ്. പരമാത്മാവിന്റെ ഭാവമായിരിക്കുന്ന കേവലം ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന അദ്വയ സ്വരൂപത്തെ അപേക്ഷിച്ചിട്ട് ദേവതകൾ പോലും ദേവാദിയോപി അസുരാസ്, ദേവതകൾ പോലും അസുരന്മാരാണ്. തേഷാം ച സ്വഭൂതാലോക അസുര്യ നാമ, അവരുടെ സ്വഭൂതമായിരിക്കുന്ന ലോകം. ഇതിന്റെ 2-3 ടിപ്പണിയും കൊണ്ട് കണ്ടോ? ദേവാദിയോപ്യസുര ഇതി അസുസംബന്ധ ശൂന്യം അദ്വയാത്മഭാവം അപോഹ്യ. അസുസംബന്ധ ശൂന്യമാണ് എന്ത്?
അദ്വൈത സ്വരൂപനായിരിക്കുന്ന ആത്മ എന്ന് പറഞ്ഞാല് അസു പ്രാണൻ എന്നർത്ഥം ചെയ്യും, പ്രാണന്റെ വിഷയങ്ങളായിരിക്കുന്ന ഭോഗ്യവസ്തുക്കൾ എന്നർത്ഥം ചെയ്യും. ഇങ്ങനൊരു ഭോഗ്യവസ്തു സംബന്ധമില്ലാത്തതാണ് ആര്? അദ്വൈതാത്മ. ആ ഒരു ഭാവത്തെ അപോഹ്യ ഒഴിവാക്കിയിട്ട് നശിപ്പിച്ചിട്ട് അസുഷേവരമന്ദേഹിത്തെ ആര്? അജ്ഞാനികളെല്ലാം അസുക്കളിൽ പ്രാണന്മാരിൽ രമിക്കുന്നവരാണ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം ഉദ്ദേശിച്ചത്? പ്രാണവാച്യ അസു ശബ്ദോ, പ്രാണനെ പറയാനുള്ളതാണ് അസു. അസു പ്രാണനെ എന്നാണ് ധാതു തന്നെ. അപ്പം അസു എന്ന് പറഞ്ഞാൽ പ്രാണൻ എന്ന അർത്ഥം കിട്ടും. പക്ഷെ ആ പ്രാണശബ്ദത്തിന് എന്ത് ചെയ്യണം? അത്ര പ്രാണശബ്ദ അഭിലപ്യ ഇന്ദ്രിയ, പ്രാണശബ്ദത്താൽ ഇന്ദ്രിയത്തിൽ വിടും. ഇന്ദ്രിയ പ്രാണന്മാരുണ്ട്, ചക്ഷുരാദികളെ നമുക്ക് പ്രാണശബ്ദം കൊണ്ട് പറയാം, അല്ലാത്ത പ്രാണാപാനാദികളെയും പ്രാണശബ്ദം കൊണ്ട് പറയാം. ഇവിടെ ഇപ്പോൾ പ്രാണശബ്ദം കൊണ്ട് പറയപ്പെട്ടത് ആരാ? അഭിലപ്യം. അഭിലാപം എന്ന് പറഞ്ഞ ശബ്ദപ്രയോഗം. അഭിലപ്യം എന്ന് പറഞ്ഞാൽ ശബ്ദ പ്രയോഗത്തിന്റെ വിഷയം, അർത്ഥം എന്നർത്ഥം. ഇന്ദ്രിയാദികൾ, ഇന്ദ്രിയം, ഇന്ദ്രിയത്തെ എടുത്താൽ പോരാ. ഇന്ദ്രിയ തത് വിഷയേഷു പരിവസ്ഥതി. അപ്പോ അസുശബ്ദം ഇന്ദ്രിയത്തിലും അതിന്റെ വിഷയത്തിലും പരിവസാനം നേരിടും. അപ്പൊ നമ്മൾക്ക് വേണ്ടത് എന്താ? ഇന്ദ്രിയ സംബന്ധിയായിക്കൊണ്ട് അതിന്റെ വിഷയങ്ങളെ ആരാണോ ഗ്രഹിച്ച് രമിച്ചിരിക്കുന്നത് അവരാണ് അസുരന്മാർ. ഇത് ബോധവ്യം എന്ന് മനസ്സിലാക്കണം. പിന്നെന്താ ഭാഷ്യം കണ്ടോ? തേഷാം സ്വഭൂത ലോക എന്ന് പറഞ്ഞു. എവിടെ? 4-ാം നമ്പർ ടിപ്പണി എവിടെ? സോറി, അതില്ല, 3-ാം നമ്പർ ടിപ്പണിയിലാണ് സ്വഭൂത. ഇതില്ലേ, ജസ്റ്റ് കണ്ടുപോടും നിങ്ങള്. അസുരസ്യം ഇത്യനേന വൈദിക സൂത്രേണ അസുശബ്ദ തദ്ധിതോ യത് പ്രത്യയ ഇതി ജ്ഞാനനാഹ. നിങ്ങളുടെ വൈദിക പ്രകരണത്തില് 4.4 സൂത്രം, അവിടെ വൈദിക സൂത്രേണ അസുര ശബ്ദത്തിൽ നിന്ന് തദ്ധിതമായിരിക്കുന്ന യത് പ്രത്യയം വരുന്നതാണ്. പല സൂത്രത്തിലൂടെ യത് പ്രത്യയം വിധിക്കും, തദ്ധിത പ്രത്യയമാണത്. അപ്പോൾ എന്തായി? അസു ശബ്ദത്തിൽ നിന്ന് അസുര ശബ്ദമല്ലേ, അസുര ശബ്ദത്തിൽ നിന്ന് യത് പ്രത്യയം വന്നിട്ട് അസുരസ്യ സ്വഭൂതം, അസുരസ്യ ഇതം എന്നുള്ള അർത്ഥത്തില് ആസുര്യ എന്ന രൂപം ഉണ്ടായത്. തേഷാ സ്വഭൂതാലോക അസുര്യ, അസുര്യാന്ന യത്ത് പ്രത്യയം ആയതുകൊണ്ട് പൂർവ്വദീർഘമല്ല. ടീക്കേ, അസുര്യ ഇതി. അതിന്റെ അർത്ഥം എന്താ? സ്വഭൂത എന്ന് പറഞ്ഞ ഭോഗ്യഭൂത എന്നർത്ഥം. അവരുടെ ഭോഗത്തിന്റെ വിഷയമായിരിക്കുന്നതിനാണ് ഭോഗ്യഭൂത എന്ന് പറഞ്ഞത്. ഭോഗ്യസ്വരൂപം എന്നർത്ഥം. ഭോഗ്യസ്വരൂപങ്ങളായിരിക്കുന്ന ലോകങ്ങൾ, ഇതിന് പക്ഷെ ഒന്നുകൂടി മാറ്റും കേട്ടോ, ശരീരങ്ങളിൽ നിന്ന് എടുക്കാം. ഇപ്പം ഇവിടെ വരും. തേഷാം, ആ അതായത് ദേവതകളായിരിക്കട്ടെ, താഴെയുള്ള മനുഷ്യനോ പട്ടി പൂച്ച മരങ്ങൾ എല്ലാറ്റിനും എടുത്തോളൂ കേട്ടോ. അവരുടെ ലോകങ്ങളെയാണ് അസുര്യ ലോകം എന്ന് പറഞ്ഞത്. അല്ലാതെ ദേവതാ ലോകത്തെ മാത്രം എടുത്തിട്ടല്ല അസുര്യ ലോകങ്ങൾ എന്ന് പറഞ്ഞത്. ബ്രഹ്മാത്മ സ്വരൂപത്തെ അപേക്ഷിച്ചിട്ട് ബാക്കിയെല്ലാം ഇന്ദ്രിയ സംബന്ധിയായിരിക്കുന്ന ലോകമായതുകൊണ്ട് ആ സകല ലോകങ്ങളെയും നമുക്ക് അസുര്യ എന്ന് പറയാം. ശേഷം അവരുടെ സ്വഭൂത ലോകാഹ, അവരുടെ ഭോഗ്യഭൂമിയായിരിക്കുന്ന ലോകമാണ് അസുര്യ എന്നത്. അല്ല, നാമശബ്ദത്തിന് എന്താ അർത്ഥം? ടിപ്പണി 4 കാണും. അന്യത്ര നാമശബ്ദസ്യ പ്രസിദ്ധ്യർത്ഥകത്വേപി. മറ്റു സ്ഥലങ്ങളിൽ നാമ എന്നുള്ള പ്രസിദ്ധി എന്ന അർത്ഥമുണ്ട്. പക്ഷേ പ്രകൃതി ദേവാദിലോകാനാം അസുര്യത്വേന പ്രസിദ്ധിഭാവാതെ. പക്ഷേ ദേവാദിലോകങ്ങളെ എവിടെയും അസുര്യ എന്ന് പറഞ്ഞിട്ടില്ല, അങ്ങനത്തെ ഒരു പ്രസിദ്ധി എവിടെയില്ല. ആയതിനാൽ തദർത്ഥം ഇത്യാശയന, തദർത്ഥകത്വം ഇത്യാശയന. ആയതുകൊണ്ട് ഇവിടെ ഇപ്പോൾ നാമ ശബ്ദം കൊണ്ട് പ്രസിദ്ധങ്ങൾ എന്നുള്ള അർത്ഥം എടുക്കാൻ പറ്റൂല. അതിനാൽ ഭാഷ്യകാരൻ പറയാണ്, ഭാഷ്യം, നാമശബ്ദം അനർത്ഥകോ നിപാത. നാമശബ്ദം ഇവിടെ അർത്ഥവത്തല്ല, കേവല നിപാതം മാത്രമാണ്. പ്രകൃതി പ്രത്യയങ്ങളൊന്നും ചേരാതെ തന്നെ ഉണ്ടാക്കുന്ന രൂപങ്ങളാണ് നിപാതങ്ങൾ. ഇതെന്തിനു വേണ്ടിയാ? ഒരു വാക്യാലങ്കാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണത്. താവത്, അങ്ങനെ ഇരിക്കുമ്പോൾ. അതേപോലെ നാമ, അസുര്യ, നാമ അസുര്യ എന്ന അർത്ഥത്തിലേക്ക് വരത്തുള്ളൂ. ടീക്ക നോക്കൂ. തേ ലോക ഇത് തച്ചബ്ദോ യച്ചബ്ദാർത്ഥേ. അതായത് തേ ലോക ഇത് തച്ചബ്ദോ എവിടെയാ? അതായത് അസുര്യാനാമ തേ ലോക എന്നുള്ളതിൽ ഏ ലോക എന്ന് മനസ്സിലാക്കുക. ഏതൊരു ലോകങ്ങളാണോ അസുര്യ എന്നുള്ളത്, പേരോടുകൂടി ഇതൊന്നും വേണ്ട, ഏതൊരു ലോകമാണോ അസുര്യ എന്നുള്ളത് അത് അന്ധകാര തമസിനാൽ ആവൃതമാകുന്നു വേണ്ടത്. അത് അതുകൊണ്ട് തേ എന്നുള്ളതിനെ എന്നുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കുക.
ഇനി ഭാഷ്യം കാണുക. തേ ലോക കർമ്മ. ഇനി നമ്മുടെ ലോക ശബ്ദത്തൊന്നും കൂടി വ്യാഖ്യാനം കൊടുക്കുകയാണ്. ഇതുവരെ ഭാഷ്യകാരൻ എന്തേ പറഞ്ഞിട്ടുള്ളൂ? ലോക എന്ന പറഞ്ഞ് നിർത്തുകയാണ്, സ്വഭൂത ലോകാഹ. പക്ഷെ ആ ലോക ശബ്ദത്തിന് എന്താ അർത്ഥം എടുക്കാം? തേ ലോകാഹ കർമ്മഫലാനി. കർമ്മത്തിന്റെ ഫലത്തെയാണ് നമ്മൾ ലോകം എന്ന് പറയുന്നത്. അതെന്തുകൊണ്ട് അങ്ങനെ കർമ്മത്തെ ഫലത്തെ ലോക ശബ്ദം കൊണ്ട് എങ്ങനെ പറയാൻ പറ്റും? ആ വ്യുത്പത്തി കാണാം. ലോക്യന്തേ ദൃശ്യന്തേ ഭുജ്യന്തേ ഇത് ലോകാഹ. ലോക്ലർ ദർശനം എന്ന ധാതുവാണ്. അപ്പൊ ലോക്യന്തേ ദർശനാർത്ഥമായതുകൊണ്ട് ദൃശ്യന്തേ ദർശനത്തിന്റെ വിഷയങ്ങളാണ്. ഭുജ്യന്തേ എന്ന് പറയുന്ന ഭോഗ്യ പദാർത്ഥങ്ങൾ ഏതാണോ അതിനെയാണ് നമ്മൾ ലോകങ്ങൾ എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാലോ ജന്മാനി ഇത്യർത്ഥ. ജന്മങ്ങൾ എന്നാണ് അർത്ഥം കിട്ടുന്നത്. ടിപ്പണി നോക്കി 6 ജന്മാനി ശരീരാണീതിയാവത്. അപ്പോൾ ശരീരങ്ങൾ എന്നുള്ള അർത്ഥത്തിലായി ഏത് ലോകശബ്ദം. അപ്പൊ രണ്ടും കൂടി ചേർത്ത്, അതായത് നമ്മൾക്കൊരു ശരീരം കിട്ടുന്നവരെ ഏതെങ്കിലും ഒരു ലോകത്തല്ലേ കിട്ടുക. അപ്പം തത്തത് ലോകങ്ങളിലെ ശരീരത്തെയാണ് നമ്മൾ ശരിക്ക് എന്ത് പറഞ്ഞത്? ലോകശബ്ദം കൊണ്ട് പറഞ്ഞത്. അപ്പോൾ എങ്ങനെയുള്ള ലോകങ്ങളായിരുന്നത്? ആസുര്യമില്ല, ആ ദീർഘമില്ല, അസുര്യങ്ങളായിരിക്കുന്ന ലോകങ്ങൾ. ശ്രദ്ധിക്കണം കേട്ടോ, ആസുര്യമില്ല, അസുര്യങ്ങളായിരിക്കുന്ന ലോകത്തെ പ്രാപിക്കും അല്ലേ? അസുര്യ ലോകത്തിന്റെ വിശേഷണം എന്താ? തമസാവൃതം. അന്ന് മലയാളത്തിൽ പറയാം. മലയാളത്തിൽ അങ്ങനെ തന്നെ പറയാൻ പറ്റൂല്ലേ? മൂടപ്പെട്ട അല്ല ആവൃതമായിരിക്കുന്ന, ഇരുട്ടിനാൽ ആവൃതമായിരിക്കുന്ന, അജ്ഞാന ഇരുട്ടിനാൽ ആവൃതമായിരിക്കുന്ന, അവിദ്യ എന്നുള്ള അജ്ഞാന ഇരുട്ടിനാൽ ആവൃതമായിരിക്കുന്ന അസുര്യ എന്ന ലോകങ്ങളിലേക്ക്, ശരീരങ്ങളിലേക്ക് പ്രവേശിക്കും. ആര്? ഏകേച്ചാത്മഹനോജന. ആരാണോ ആത്മഹരണം നടത്തിയ ജനങ്ങൾ. ഇനി നമ്മൾക്ക് ഭാഷ്യം തന്നെ കൊണ്ടുപോകാം. അന്ധേന അർത്ഥം പറയാണ് അദർശനാത്മകേന ജ്ഞാനേന. അദർശനാത്മകേന അജ്ഞാനേന. ദീർഘം ഇവിടെ ഉണ്ട്, ഇവിടുന്ന് എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകണം. ജ്ഞാനേന എന്നല്ല, അജ്ഞാനേന തമസാ ആവൃത ആച്ഛാദിതാസ് താൻ സ്ഥാവരാൻ താൻ പ്രേത്യ തെക്വാ ഇമം ദേഹം അഭിഗച്ഛന്തി യഥാ കർമ്മ യഥാശ്രുതം. അന്ധേന അർത്ഥം പറയാണ് അദർശനാത്മകേന. ദർശനാത്മകമല്ലാത്ത, ദർശനം എന്ന് പറഞ്ഞ ജ്ഞാനം. എന്നപ്പോൾ അജ്ഞാനേന എന്നർത്ഥം ചെയ്തു. അജ്ഞാനമായിരിക്കുന്ന തമസിനാൽ ആവൃതമായിരിക്കുന്ന ശരീരത്തെ പ്രാപിക്കും എന്ന് പറയുന്ന അർത്ഥം, ഒരു ശരീരമാണ് നമ്മൾക്ക് ശാസ്ത്രത്തിന്റെ പരിചയം കൊണ്ട് ശ്രവണമന നിധ്യാസനത്തിലൂടെ ബ്രഹ്മാകാര വൃത്തി എത്തുന്നത്. അതല്ലാതിരുന്നാൽ സാമാന്യ പ്രാകൃത ജനൻ ഇവന് കിട്ടുന്ന ഏത് ശരീരമാണെങ്കിലും അതെന്തായിരിക്കും? അജ്ഞാനാവൃതമായിരിക്കും. ഇതാണ് ബുദ്ധിമുട്ട്. അപ്പോൾ ജ്ഞാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നം ആരംഭിക്കണം എന്നുള്ളതിന് വേണ്ടിയാണ് അജ്ഞാനിക്ക് വരുന്ന ദുർഗതിയെക്കുറിച്ച് അവതരണം ചെയ്യുന്നത്, ദുർഗതി അവതരിപ്പിക്കുന്നത്. ടീക്കെ. അപ്പൊ അന്ധേന അർത്ഥം പറയണം അദർശനാത്മകേന. അദർശനാത്മകമായിരിക്കുന്ന അന്ധകാരത്താൽ. വേണ്ട, അന്ധേന തമസ എന്നല്ലേ? രണ്ടും വിശേഷ ഭാഗത്തിലായിരിക്കുന്നത്. അന്ധേന തമസ അന്ധകാരമായിരിക്കുന്ന തമസിനാൽ എന്ന് പറഞ്ഞാൽ അദർശനാത്മകമായിരിക്കും തമസിനാൽ എന്ന് പറഞ്ഞാൽ അജ്ഞാനാത്മകമായിരിക്കും തമസിനാൽ എന്ന് അർത്ഥം കിട്ടും. ടീക്കെ. തമസ ആ തമസിനാൽ തൃതീയാന്തമാണ്. തമത്തമസി തമാസി എന്ന് വരും. അതിൽ തമസ ആവൃത ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിനെ ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞാണ് ആച്ഛാദിതാസ്. ആച്ഛാദിതം മൂടപ്പെട്ടിരിക്കുകയാണ്. ഏത് ലോകങ്ങളാണ് എന്ന് പറഞ്ഞ ശരീരങ്ങൾ. ഏതൊരു ശരീരമാണോ അജ്ഞാനത്താൽ ആവൃതമായത്. ശരീരം ജഡമല്ലേ, അവിടെ എന്താ അജ്ഞാനാവൃതത്വം? ചൈതന്യത്തിലല്ലേ അജ്ഞാനകാര്യം. അപ്പം ശരീരം ഉദ്ദേശിച്ചത് യാതൊരു ശരീരത്തിൽ ഇരുന്നിട്ടും ബ്രഹ്മാകാര വൃത്തി ഇല്ലയോ? അപ്പോൾ ആ വ്യക്തിയുടെ ജ്ഞാനം ബുദ്ധി ആവൃതമാണ്. അങ്ങനെ ഇരിക്കുന്ന ശരീരം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുന്ന ജന്മത്തെയാണ് നമ്മൾ പറയുന്നത് അജ്ഞാന തമസനാൽ ആവൃതമായിരിക്കുന്ന ജന്മമായി പോയി. അത് എവിടെ മുതൽക്കാ? നമ്മൾ എവിടുന്നാ തുടങ്ങിയത്? ദേവാദികളെ പറഞ്ഞ് തുടങ്ങിയതല്ലേ. എന്നിട്ട് അവസാനിപ്പിക്കുന്നത് എവിടെയാ? താൻ സ്ഥാവരാന്താൻ. സ്ഥാവരം വരെ എന്ന് പറഞ്ഞാൽ ഏതൊരു മരമായിട്ട് ജനിച്ചാൽ പോലും പട്ടി, പൂച്ച, മനുഷ്യൻ, ദേവത ഇതെല്ലാം അസുര്യ ശരീരങ്ങളാണ്. ഏത് ശരീരത്തിലാണോ ബ്രഹ്മാകാര വൃത്തി വന്നത്, ഏത് വ്യക്തിക്കാണ് ബ്രഹ്മാകാര വൃത്തി വന്നത്, ആ വ്യക്തി ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാവരുടെയും ജീവിതം എന്താണ്? ജന്മം എന്താണ്? അസുര ജന്മങ്ങൾ. ഇതെങ്ങനെയാ പ്രാപിക്കുക? പ്രേത്യ. പ്രേത്യ എന്ന് പറയാൻ മരിച്ചിട്ട്. അപ്പം പറയാണ് തെക്വ ഇമം ദേഹം. ഈ ദേഹത്തെ ത്യജിച്ചിട്ട് എങ്ങോട്ട് പോകും? അസുര ലോകങ്ങളിലേക്ക് പോകും. തെക്വ ഇമം ദേഹം അഭിഗച്ഛന്തി.
എത്തിച്ചേരുന്നു, നന്നായിട്ട് ചേരും. ഇവിടെ നിന്ന് ശരീരം വിട്ടു കിട്ടിയാൽ മതി, നമ്മൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അടുത്ത ശരീരം പിടിക്കാൻ. അതാണ് നമ്മൾ ഒറ്റ കാര്യത്തിലേ ഗ്യാരണ്ടി ഉള്ളൂ. മരിക്കുന്നതിൽ പോലും വലിയ ബുദ്ധിമുട്ടാണ്, പക്ഷെ അടുത്ത ശരീരം എന്നുള്ളത് ഉറപ്പാണ്. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ കിട്ടുന്ന ഒരു സാധനമാണ് ഈ ശരീരം. നമ്മൾക്ക് നമ്മുടെ കർമ്മം, ഉപാസന, വിചാരം, അദ്വൈത വേദാന്തത്തിലെ പ്രയത്നം, ഇതെവിടെയും കൊണ്ടുവച്ച് ഫലം കിട്ടും എന്നുള്ളത് കൊണ്ട് അതിൽ പ്രയത്നിക്കാന്നല്ലാതെ വേറെ എന്തുണ്ടാക്കി കഴിഞ്ഞാലും അടുത്ത ജന്മത്തിൽ ബ്രഹ്മകാരവൃത്തി ഉണ്ടാകത്തില്ല. അപ്പോൾ അനുകൂലമായിരിക്കുന്ന കാര്യം മാത്രം ചെയ്യുക. ഇനി സാമാന്യ ജന്മമാണെങ്കിൽ പോലും, അതായത് നിങ്ങൾക്ക് ഇതൊന്നും വേണ്ട എങ്കിൽ പോലും നമ്മുടെ കർമ്മമാണ് നമ്മൾ അടുത്ത ജന്മത്തെ നിശ്ചയിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ലോകോപകാരപ്രദമായിരിക്കുന്ന കർമ്മങ്ങളിലൂടെ പുണ്യസഞ്ചയം ഉണ്ടെങ്കിൽ അടുത്ത ജന്മം അമ്പലപ്പറമ്പിൽ നെഞ്ചത്തടിക്കേണ്ട ആവശ്യമില്ല, ജ്യോതിഷിയുടെ ആവശ്യമില്ല, കർമ്മ കലാപങ്ങളുടെ ആവശ്യമില്ല. ജ്യോതിഷികള് പാവപ്പെട്ടവനാണോ പിഴിയ, പൈസക്കാരനാണ് പിഴിയ, അവർക്ക് ഒരേ ഒരു താളമുണ്ട്, അതിൽ ആരെ കിട്ടിയാലും അതേ സാധനം പോകത്തുള്ളൂ. അവർക്ക് അങ്ങനത്തെ അയ്യോ പാവപ്പെട്ടവനല്ലേ ഇവരെന്തും കുറച്ചു കൊടുക്കാം എന്നൊന്നുമില്ല, അവരവരുടേതായ രീതിയിൽ. അപ്പോൾ അതിൽ ഫലം കിട്ടത്തില്ലെന്ന് വെച്ചാൽ ഫലം കിട്ടും. നിങ്ങളുടെ വേദത്തിന്റെ എന്താണ് അംഗമായിട്ടല്ലേ ജ്യോതിഷം വരുന്നത്. അതിലും കുറെ പ്രശ്നവും പരിവട്ടവും പറയും. അതായത് ഈ ജ്യോതിഷം ഫലം പറയാനില്ല ഉള്ളതായിരുന്നില്ല, കാലഗണനയ്ക്ക് വേണ്ടി ഉള്ളതായിരുന്നു എന്ന് ചിലർ പറയും ഫലം പറയാൻ പറ്റും, പക്ഷെ അതിനെ ഗണിക്കാൻ മര്യാദയ്ക്ക് അറിയണം. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് അതിനെ വേണ്ട എന്നോ വേണമെന്നോ എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ജ്യോതിഷികൾ പൊതുവെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കർമ്മത്തെ പറഞ്ഞു കൊടുക്കും, പോയി വീഴുന്നവൻ അതും ചെയ്തോടും, ആ ചെയ്യുന്ന പൈസ ഉണ്ടായിരുന്നെങ്കിൽ കടം വിട്ടാണെങ്കിലും പറ്റും എന്നുള്ള കാര്യം ആലോചിക്കാറില്ല പലരും. അപ്പൊ ഈ ഒരു ദുരിതം ഒഴിവാക്കണമെങ്കിൽ ഈ ജന്മത്തിൽ മര്യാദയ്ക്ക് നല്ല കർമ്മമായിരുന്നു എങ്കിൽ പുണ്യം സഞ്ചയിക്കാം. പാവം കുറവാണെങ്കിൽ പാപം ഇല്ലാതെ വരത്തില്ല, മനുഷ്യജന്മത്തിൽ പുണ്യഭാവം ഒന്നിച്ചുണ്ടാവും. പക്ഷെ അത്തരം ദുഃഖം കുറഞ്ഞ ജന്മമായിട്ട് വരും. ഇതെവിടെ നിന്ന്? യഥാകർമ്മ യഥാശ്രുതം കഠം. കഠം 3:2-7 അല്ല കേട്ടോ, 2:2-7 ആണിത്. ആകെ 2 അധ്യായമേ ഉള്ളൂ. ഇവർക്ക് എവിടുന്നാണ് ഈ 3 കിട്ടുന്നത് എന്നുള്ളതാണ്. ഇത് കഠത്തിലെ യോനി മന്യേ പ്രപദ്യന്തേ ശരീരത്വായ ദേഹിനഃ സ്ഥാണു മന്യേന സംയന്തി യഥാകർമ്മ യഥാശ്രുതം. ഇതാണ് മന്ത്രേ. യോനിം അന്യേ ചിലർ ശരീരത്വായ അടുത്ത ശരീരത്തിന് വേണ്ടിയിട്ട് യോനിം പ്രപദ്യന്തേ ഗർഭത്തെ പ്രാപിക്കും. സ്ഥാണുമന്യ അനുസംയന്തി ചിലര് സ്ഥാണുവായിരിക്കുന്നേ എന്താണ് വൃക്ഷലതാദികളായിട്ട് ജനിക്കും ശരീരത്തിന് വേണ്ടിയിട്ട്. അത് എങ്ങനെ വരുന്ന? യഥാകർമ്മ യഥാശ്രുതം. സ്വന്തം കർമ്മം അനതിക്രമ്യ യഥാകർമ്മം, ശ്രുതം അനതിക്രമ്യ യഥാശ്രുതം. ശ്രുതം ഉദ്ദേശിച്ചത് ശ്രവണജന്യ ജ്ഞാനമാണ്. അപ്പോൾ സ്വന്തം ജ്ഞാന കർമ്മ വാസനകൾക്കനുസരിച്ചാണ് ജന്മം കിട്ടുക. ഇനിയും വേറെ ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. തം വിദ്യ കർമ്മണി സമന്വാരഭേദി പൂർവ്വപ്രജ്ഞാച. മരിച്ചവന് അടുത്ത ജന്മം കിട്ടാൻ വേണ്ടിയിട്ട് വിദ്യ എന്ന് പറഞ്ഞാൽ അവന്റെ ഉപാസന, കർമ്മം തന്നെ. അത് മോശമോ നല്ലതോ മോശമോ, അതേപോലെ തന്നെ ഉപാസനയോ നല്ലതോ മോശമോ, അവന്റെ ചിന്തനം മോശമോ നല്ലതോ, അവന്റെ ശ്രവണമനന നിധ്യാസനത്തിലെ പ്രയത്നം, ഇതെല്ലാം കൂടെ പോകും. പിന്നെ ആരാ കൂടെ ഉള്ളത്? പൂർവ്വപ്രജ്ഞ എന്ന് പറഞ്ഞ വാസനാ ദൃഢതയ്ക്കനുസരിച്ച് അവന്റെ അടുത്ത ജന്മത്തിലെ വിചാരത്തിൽ അങ്ങനെ തന്നെ ഉണ്ടാവും, വൈരാഗ്യത്തിലും അങ്ങനെ, എല്ലാറ്റിലും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. വിദ്യാകർമ്മണി സമന്വ വിദ്യാച കർമ്മ ചെയ്ത് വിദ്യാകർമ്മണി സമന്വാരഭേദേ. അടുത്ത ജന്മത്തിലേക്ക് കൂടെ പോകും. പൂർവ്വപ്രജ്ഞാച വാസനയും കൂടെ പോകും. അതുകൊണ്ട് ഇനി അടുത്ത നിങ്ങൾ യോഗസൂത്രത്തിൽ കാണാം, ഈ കുരങ്ങന്റെ കുഞ്ഞിന് അടുത്ത മരം ചാടുന്ന സമയത്തെ അമ്മയെ അള്ളിപ്പിടിച്ചിരുന്നോളൂ. അതിനാരും പഠിപ്പിക്കുന്നൊന്നുമില്ല. അതെങ്ങനെ കിട്ടി? അവൻ ഏതോ പൂർവ്വജന്മത്തിൽ മുമ്പും കുരങ്ങനായിരുന്നു. അവിടെ എങ്ങനെ? അതിന്റെ മുന്നേറ്റ വാസന. അപ്പൊ എവിടുന്ന് ആദ്യം തുടങ്ങി? നിങ്ങൾക്ക് ആദ്യം ഇല്ല, പരമ്പര നടന്നുകൊടുക്കുകയാണ്. വേറെ അതേപോലെ തന്നെ ഈ ചാന്തോക്യത്തിലുണ്ട്, യഥാ ക്രതുരസ്മിൻ ലോകെ പുരുഷോ ഭവതി തഥാ ഇത പ്രേത്യ ഭവതി. എപ്രകാരമാണ് ക്രതു സങ്കല്പം ഈ ലോകത്ത് പുരുഷനുള്ളത്, അവൻ ഇതാ പ്രേത്യ ഇവിടുന്ന് മരിച്ചിട്ട് കഥാഭവതി, അതിനനുസരിച്ചുള്ള ജന്മം കിട്ടും. അപ്പോൾ നമ്മുടെ കർമ്മവും നമ്മുടെ ഉപാസന, നമ്മുടെ ശ്രവണിക്കുന്ന സമയത്ത് കുരുത്തക്കേട് കളിക്കുക, ഇതൊക്കെ എവിടെ അടുത്ത ജന്മത്തിൽ ഫലമായി മാറും. പഠിക്കുന്ന കുട്ടികൾ വീണ്ടും പഠിക്കും, പഠിക്കാതെ വെറും കേൾവിക്കാരായി വരുന്നവർ വീണ്ടും കേൾവിക്കാരായി വരും. നിങ്ങൾ കരുതണ്ട കർമ്മം ചെയ്യുന്നവനെ ജ്ഞാനിയാക്കുകയോ ഉപാസന ചെയ്യുന്നവനെ ജ്ഞാനിയാക്കുകയോ ചെയ്യുന്നു. കർമ്മം ചെയ്തവൻ അടുത്ത ജന്മത്തിലും കർമ്മമേ ചെയ്യത്തുള്ളൂ. അവന്റെ വാസന എങ്ങനെയാണ്? ഉപാസകൻ അടുത്ത ജന്മം ഉപാസനയായിട്ട് വരത്തുള്ളൂ. പോയവരൊക്കെ കിണ്ടിയും വിളക്കായിട്ട് വരും എന്നർത്ഥം. ബ്രഹ്മാകാര വൃത്തിക്ക് വേണ്ടി ശ്രമിച്ചവൻ അടുത്ത ജന്മത്തിൽ അതിനു വേണ്ടി ശ്രമിക്കും. അപ്പൊ പറഞ്ഞു തരുന്ന സമയത്ത് അതിനനുസരിച്ച് വ്യവഹാരമുണ്ടെങ്കിൽ മുന്നോട്ട് എന്തെങ്കിലും പ്രതീക്ഷിക്കാം. അല്ലാതെ ചില സന്യാസിമാർ തന്നെ പറയും ചെയ്യേണ്ടത് ഉപാസനയല്ലേ, പിന്നെ ഇത് കേൾക്കാനോ ചെയ്യാനോ എന്ന് പറഞ്ഞാൽ അവന്റെ തലയിൽ സാധനം കയറിയിട്ടില്ല. ഇവന് ഗുരുകൃപ അധികമായി പോയതാണ്. ഏത് ഗുരു? സോക്കോട് ഗുരുക്കന്മാർ കൃപ അധികമായി പോയി കഴിഞ്ഞാൽ എത്ര തകരാറുണ്ട്.
ശാസ്ത്രം പറഞ്ഞാൽ കേൾക്കത്തില്ല. അവര് പറഞ്ഞ കഥയൊക്കെ തലേ കയറത്തുള്ളൂ. അതുകൊണ്ടാണ് ഉപാസനയ്ക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ചോ, വിചാരം ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ജന്മം ശ്രമിക്കാൻ ഈ ജന്മത്തിൽ തന്നെ പ്രയത്നം നടത്തിക്കോ. അതല്ലാതെ ഉപാസകൻ ഒരിക്കലും അടുത്ത ജന്മത്തിൽ വിചാരത്തിലേക്ക് കയറി വരത്തില്ല. പിന്നെ എങ്ങനെ വന്നു? അത്രയും പുണ്യം അവനുണ്ടെങ്കിൽ, ടീക്കേ, അതും അവന്റെ പൂർവ്വപ്രജ്ഞ എന്ന് പറഞ്ഞില്ലേ, അവന്റെ വാസന കൂടുതൽ ഉപാസനയിലായിരുന്നെങ്കിൽ അവൻ ഒരിക്കലും ശ്രവണത്തെ കയറത്തില്ല. അപ്പൊ ശ്രവണത്തെക്കുറിച്ച് കേട്ടവനും അതിന് ആഗ്രഹമുള്ളവനും ആയിരുന്നു ഉപാസന ചെയ്തതെങ്കിൽ അവന്റെ ആഗ്രഹം ഉണ്ടായിരുന്നു, ഉപാസന കൊണ്ട് അന്ധക്കരണം ശുദ്ധമായിട്ട് എനിക്ക് വിചാരത്തിലേക്ക് കടക്കണം. അങ്ങനെയുള്ളവർ കടക്കുന്നല്ലാതെ വേറെ ആരും കടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചോ. കയ്യിലുള്ള മൃത്ത് കയ്യിലുണ്ടായിട്ട് സുവർണ ഘടം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുലാലിനല്ല പരമാത്മ വിചാരിച്ചാൽ നടക്കത്തില്ല. അത് കാരണത്തിൽ നിന്ന്. അപ്പം നൈയായികന്മാര് പറയും, കാരണ മഹത്വേ കാര്യമഹത്വം, കാരണ അല്പത്വേ കാര്യ അല്പത്വം. ചെറിയ രണ്ട് കപാലം കൊണ്ട് ചെറിയ രണ്ട് ഘടം ഉണ്ടാക്കാം, വലിയ രണ്ട് കപാലം കൊണ്ട് വലിയ ഘടം ഉണ്ടാക്കാം. ഇങ്ങനെ കാരണത്തിലെ മഹാത്മ്യം കാര്യമഹാത്മ്യം പ്രതി കാരണമായതുകൊണ്ട് എത്രയും പ്രയത്നം എവിടെ നടത്തുന്നുവോ അവർക്ക് നാളത്തേക്ക് ഫലമായി മാറും. നിങ്ങളുടെ ബൃഹദാരണ്യകത്തില് ഒരു കഥ വരുന്നുണ്ടല്ലോ, അതായത് വയറ്റിലിരിക്കുമ്പോൾ പോലും വാമദേവൻ ജ്ഞാനിയാണ്. അതെങ്ങനെ ജ്ഞാനിയായി? കഴിഞ്ഞ ജന്മത്തിലെ ശ്രവണ മനന നിധ്യാസനത്തിന്റെ അത്രയും ഉത്കൃഷ്ടമായിരിക്കുന്ന ഭാവത്തിലേക്ക് പോയത് കൊണ്ട് പ്രതിബന്ധകൻ ഉള്ളതിനാൽ കഴിഞ്ഞ ജന്മത്തിൽ ജ്ഞാനിയായിട്ടില്ല. പക്ഷെ അടുത്ത ജന്മം പോലും വന്നിട്ടില്ല. പ്രതിബന്ധകൻ മാറിയാല് ഒരു ജന്മത്തിൽ നടത്തിയ ശ്രവണ മനന നിധ്യാസനം കൊണ്ട് ഫലം കൊടുത്തു വെക്കും. അവിടെ ഇനി നിങ്ങൾ രണ്ടാമത് ശ്രവണ മനന നിധ്യാസനം ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് കിട്ടുന്ന സമയത്ത് കൂടുതൽ പ്രയത്നം നടത്തിയിട്ട് വസ്തുബോധത്തിന് വേണ്ടി ശ്രമിച്ചോ എന്നാണ് ഉദ്ദേശിച്ചത്. ബാക്കി നാളെ എടുക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനെ വ്യോമവത്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി.